റെഡി ആയിട്ടുണ്ട്. രണ്ട് വേപ്പിലയൊക്കെ വെച്ച് ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു മട്ടൻ കറി വെക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം മട്ടൻ കറി. അതിന് വേണ്ടുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. കറുവാപ്പട്ട വേണം, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുരുമുളക് എല്ലാം കുറേശ്ശേ മതി. അത് കടുക് പൊട്ടിക്കും ആദ്യം എണ്ണയ്ക്കകത്തിടാനാണ്. പിന്നെ ഒരു സവോള അരിഞ്ഞതുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണുണ്ട്, 4 പച്ചമുളക് അരിഞ്ഞുണ്ട്, വേപ്പിലയുണ്ട്. മസാലപ്പൊടി 1 ടീസ്പൂണ്, എല്ലാം ടീസ്പൂണിലാണ് പറയുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 5-6 കശുവണ്ടി, ഇച്ചിരി വിനാഗിരി, ഒരു ചെറിയ 2 ഉരുളക്കിഴങ്ങ്, ഉപ്പ്, തേങ്ങാപ്പാൽ. ഇത് 2ാം പാല്, ഇത് 1ാം പാല്. 2ാം പാലിൽ വേവിക്കുന്നത് കൊണ്ടാണ്. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ടിരിക്കുക, ആ സമയത്ത് മാറാൻ പറ്റുള്ളൂ, അല്ലെ അതിന് നിറം മാറിപ്പോവും മട്ടണ്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് തുടങ്ങാം. നമുക്ക് ഇനി സ്റ്റൗ കത്തിച്ച് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണയൊന്നും അധികം വേണ്ടെന്ന്, ഇറച്ചിക്കൊക്കെ നല്ലപോലെ നെയ്യൊക്കെ ഉള്ളതാണ്. എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഗ്രാമ്പൂ, കറുവാപ്പട്ട ഇതൊക്കെ കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം. പച്ചമുളക് ഇടാം. ഇത്തിരി ഉപ്പില്ല, സവോള ഇട്ടൊന്ന് വേഗം വാടുമല്ലോ. ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് വറ്റി കഴിയുമ്പോൾ നമുക്ക് മസാലകളിടാം. ഇത് മസാലയാണ്, ഇത് മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടത്, ഇത് കുരുമുളകാണ്. മട്ടനൊക്കെ ഇച്ചിരി കുരുമുളക് നല്ലതാണ്. ഇച്ചിരി വേപ്പില ഇടാം. മസാല മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് മട്ടൻ ഇടാം. 1/2 കിലോ മട്ടനാണ്. കഴുകി വാരി പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന. എല്ലാവർക്കും ഒന്നും മട്ടൻ്റെ മണം ഇഷ്ടപ്പെടുകയല്ലോ, അതുകൊണ്ട് നല്ലപോലെ കഴുകി ഒക്കെ എടുത്തതാണിത്. അങ്ങനെ എടുക്കുകയാണ് മട്ടൻ്റെ മണമൊന്നും ആർക്കും ഇതായിട്ട് വരില്ല. ഇനിയിപ്പം ഇച്ചിരി വിനാഗിരി ഒഴിക്കാം. ഒരു 1/2 സ്പൂണ് തൈരും കൂടി. വിനാഗിരി ഒഴിച്ച പുളിക്കും വേകാനും ഒക്കെയാണ്. തൈരും അതൊക്കെ തന്നെയാണ്. രണ്ടാം പാൽ ഒഴിക്കാം. ഈ പാലിൽ വേകട്ടെ. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടണേ. ഉരുളക്കിഴങ്ങ് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഇറച്ചിയുടെ ചാറിക്കിടന്ന് ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഇടുന്നത്. നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്ന് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ബാക്കി പാലൂടെ ചേർക്കാം. ഒരു ഇച്ചിരി കുറുക്കം കിട്ടാൻ വേണ്ടി അച്ചുകട്ടി ഞാൻ കാണിച്ചില്ലേ, അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് തിളക്കിയൊന്നും വേണ്ട, തിളച്ചാൽ പിരിഞ്ഞു പോയാൽ എല്ലാവർക്കും. നല്ലപോലെ ചൂടായിട്ടുണ്ട്, അത് മതി. അങ്ങനെ അടിപൊളി മട്ടൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വേപ്പിലയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. സൂപ്പർ. ഇത് ക്രിസ്മസിന് രാവിലെ അപ്പോ ഇടിയപ്പോ ബ്രെഡോ എന്താണോ കഴിക്കുമ്പം ഇതും കൂടെ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് പറയണം, കമൻറ്റ് ചെയ്യണം.